താങ്ക് യു. ഞങ്ങൾ എന്നുള്ളത് ഒരു ഡേയ്സ് ഫെസ്റ്റിവലിലാണ് കേട്ടോ. റിയാദിലെ കിങ് സൗദ് യൂണിവേഴ്സിറ്റി കോമ്പൗണ്ടിൽ വെച്ച് നടത്തുന്ന വൺ ഓഫ് ദി ലാർജസ്റ്റ് വേൾഡ് ഡേറ്റ് എക്സിബിഷൻ സെൻറ്ററിലാണ്. കഴിഞ്ഞ നവംബർ മുതൽ ഡിസംബർ 4 വരെയായിരുന്നു ഈ ഒരു പ്രോഗ്രാം അവർ കണ്ടക്ട് ചെയ്തിരുന്നത്. തികച്ചും ഫ്രീ ആയിരുന്നു ഇത് എൻട്രി. ഞങ്ങളും ഏകദേശം ലാസ്റ്റ് ഡേയിലാണ് ഇത് അറിഞ്ഞിരുന്നത്. അതൊരു ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല. പക്ഷേ ഞങ്ങളുടെ കണ്ണിലൂടെ അന്നത്തെ ഞങ്ങളുടെ കാഴ്ചകൾ എന്തായിരുന്നു എന്ന് ഞാൻ കാണിച്ചുതരാം. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ വെൽക്കമിങ്. നമ്മൾ സാധാരണ ഒരു പ്രോഗ്രാമിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വെൽക്കമിങ് ആയിരുന്നില്ല. അവർ വളരെയധികം വാം വെൽക്കമിങ് ആയിട്ട് നമുക്കത് തോന്നി. ഈ ഫുഡെല്ലാം തന്നെ നമുക്കത് കാണാനും അത് ഫ്രീ ആയിട്ട് ടേസ്റ്റ് ചെയ്യാനും നമുക്ക് പറ്റുന്നുണ്ടായിരുന്നു. ഈ പ്രോഡക്ട്സുകളെല്ലാം നമ്മൾ നോർമലി നമ്മൾ വാങ്ങുന്നതായിരിക്കത്തില്ല, പക്ഷെ അത് നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കാനും പിന്നെ അത് അവിടെ തന്നെ സ്റ്റാളുകളിൽ തന്നെ പർച്ചേസും ചെയ്യാൻ പറ്റും. അവർ സൗദീസുകളൊക്കെ ഒരുപാട് പർച്ചേസ് ചെയ്യുന്ന കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ പർച്ചേസൊന്നും ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ എല്ലാ പ്രദേശങ്ങളും ഈ സൗദിയിലെ ഓരോ പ്രൊവിൻസുകളെയും ഓരോ സോണുകളായി തിരിച്ചുകൊണ്ട് ആ സോണുകളിൽ അവരുടേതായ പ്രൊഡക്റ്റുകളെ അവർ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയായിരുന്നു ഇവിടെ കണ്ടുവന്നിരുന്നത്. അജനബൈസ് ആയിട്ടുള്ള ആളുകൾ വളരെ കുറവായിരുന്നതുകൊണ്ടും പിന്നെ അതുപോലെ സൗദീസാണ് കൂടുതലായിട്ടും അവിടെ അറ്റൻഡ് ചെയ്യുന്നത്. നമ്മളെ കാണുമ്പോൾ നമ്മുടെ പ്രത്യേക രീതിയിൽ അവരുടെ പ്രൊഡക്ട്സിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനും നമുക്ക് ഡേറ്റ്സിനെ നമുക്ക് വളരെ കുറച്ച് ഇൻഫർമേഷൻസ് മാത്രം അല്ലെങ്കിൽ അറിവുകൾ മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അവർ ഓരോ സ്ഥലങ്ങളിലും ഓരോ പ്രത്യേക രീതിയിലും കൾച്ചറുകളും അതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ നല്ലതായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയും. പിന്നെ എന്നെപ്പോലുള്ളവരുടെ കുറച്ച് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈന്തപ്പഴം എന്ന് പറയുന്നത് നമ്മളൊരു ആ ഒരു ഫ്രൂട്ട്സിനെ അങ്ങനെയായിട്ട് മാത്രമേ നമ്മളതിനെ പരിചയപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ നിന്ന് അവർ ഉണ്ടാക്കുന്ന ഒരുപാട് വ്യത്യസ്ത വിഭവങ്ങളെ പറ്റി ഇങ്ങനെ ബിസ്ക്കറ്റ്സ്, കുക്കീസ് അല്ലെങ്കിൽ ചോക്ലേറ്റ്സ്, പിന്നെ ജാം, അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഇതുവഴി അവരുണ്ടാക്കുന്നതായിട്ടാണ്. അപ്പോൾ അത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നതും നമ്മളൊരിക്കലും വാങ്ങുന്നില്ല. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ട്സിനെ കുറിച്ച് നമ്മൾ ടേസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് പറഞ്ഞൊരു അവസരമായിട്ട് നമുക്കിത് കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു വ്യത്യസ്തമായിരുന്നു ഇവരുടെ കരകൗശല വസ്തുക്കളെ, ഈ ഈത്തപ്പനയിൽ നിന്ന് ഉണ്ടാക്കിയിരുന്ന ഒരുപാട് വസ്തുക്കളെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു പാം ഹെറിറ്റേജ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു സംവിധാനം. ഈ പാം ഹെറിറ്റേജ് ഞങ്ങൾ സന്ദർശിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. പാം ഹിസ്റ്ററീനെ അവരുടെ പ്രാചീന കാലങ്ങളിൽ എത്രമാത്രം അത് യൂസ് ചെയ്തിരുന്നു, അവരുടെ നാണയങ്ങളിൽ, അവരുടെ സ്റ്റാമ്പ് നോട്ടുകളിലും ഒക്കെ എത്രമാത്രം യൂസ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഇതുകൊണ്ട് അവർ ഉണ്ടാക്കിയിരുന്ന പാത്രങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഈവൻ അവരുടെ ഖുറാൻ പോലും പാൻ ലീഫിൽ എഴുതിയിരിക്കുന്നതൊക്കെ നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതുപോലുള്ള പ്രൊഡക്ട്സ് നമുക്ക് കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ കണ്ടിരുന്ന ഒരുപാട് വസ്തുക്കളുമായ എന്താ പറയുക ഒരു താരതമ്യം ചെയ്യുമ്പോൾ സിമിലാരിറ്റി ഒക്കെ നമുക്ക് തോന്നുന്ന രീതിയിൽ ഒരുപാട് പ്രൊഡക്ട്സില്ല. പക്ഷെ അവരുണ്ടാക്കിയിരുന്ന മരങ്ങളും നമ്മളും ഉണ്ടാക്കിയിരുന്ന മരങ്ങളും നമ്മൾ വ്യത്യസ്തമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവൈലബിലിറ്റി നോക്കിയാണല്ലോ ഇതൊക്കെ ചെയ്തിരുന്നത്. പിന്നെ എനിക്കൊക്കെ മനസ്സിലായിരുന്നത് അജുവ എന്നുള്ളൊരു ഈന്തപ്പഴം മാത്രമേ എനിക്ക് അറിയില്ലായിരുന്നുള്ളൂ. ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് വ്യത്യസ്ത ഈന്തപ്പഴങ്ങൾ നമുക്ക് കാണാനും അത് ഡിസ്പ്ലേ ചെയ്തിട്ട് നമ്മളത് മനസ്സിലാക്കി തരാനും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് ഇവരുടെ ചെറിയൊരു കൾച്ചറൽ ആക്ടിവിറ്റീസ് ആണ്. അതും ഒന്ന് കണ്ടുകൊള്ളാം. അങ്ങനെ ഞങ്ങളൊരു 2-3 hours ഇവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ തിരിച്ച് റിട്ടേൺ പോയി. ഞങ്ങൾക്ക് ഇത് ഒരുപാട് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ചെറിയ ഇൻഫർമേഷനിലേക്ക് ഞങ്ങൾ പറഞ്ഞു തന്നു മാത്രം കേട്ടോ.